ഞാൻ സ്ഥാനാർത്ഥി പവേർഡ് ബൈ എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജുവലേഴ്സ്. കണ്ണൂരിൽ ബി.ജെ.പിയുടെ വോട്ട് വീതം വർദ്ധിപ്പിക്കുന്നതിനപ്പുറം വിജയം ഉറപ്പാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി സി രഘുനാഥ്. മണ്ഡലത്തിലെ ഭൂരിഭാഗം വരുന്ന യുവത നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഇത്തവണ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യും. ഇരുമുന്നണികളും ചേർന്ന് മണ്ഡലത്തിൽ നടത്തിയ വികസന മുരടിപ്പ് താൻ ജയിച്ചാൽ മാറ്റിയെടുക്കുമെന്നും സി രഘുനാഥ് അമൃത വാർത്തകളോട് പറഞ്ഞു. ബി.ജെ.പി ദേശീയതലത്തിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ തന്നെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സി രഘുനാഥാണ് കണ്ണൂർ ജില്ലയിൽ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നില്ലെങ്കിലും സ്ഥാനാർത്ഥി ജില്ലയിൽ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി സി രഘുനാഥ് അമൃത ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. നേരത്തെ ബി.ജെ.പിയിൽ ആയിരുന്നില്ല, കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് വന്ന് അധികം കഴിയാതെ തന്നെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തെ നോക്കിക്കാണുന്നത്? ഞാൻ ബി.ജെ.പിയിൽ വന്നിട്ട് 2 മാസക്കാലം ആവുന്നുള്ളൂ. ആ 2 മാസക്കാലത്തിന് ശേഷം ബി.ജെ.പിയുടെ ദേശീയ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഒപ്പം തന്നെ എൻ.ഡി.എയുടെ 195 ആദ്യ ലിസ്റ്റിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിതിനെ കാണുന്നത്. കാരണം എന്നെപ്പോലെ വളരെ പെട്ടെന്ന് ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന് ദേശീയ തലത്തിലേക്ക് ഉയർത്തപ്പെടുക, അതോടൊപ്പം തന്നെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പെടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമാണ്. എന്നെ തിരഞ്ഞെടുത്ത ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം, സംസ്ഥാന നേതൃത്വം, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്ത ജില്ലാ നേതൃത്വം, അതിൻ്റെ നേതാക്കന്മാരോടൊക്കെ സ്നേഹവും കടപ്പാടും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത് ആദ്യമായിട്ടല്ല. നേരത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ധർമ്മടത്ത് മത്സരിച്ചതാണ്. എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇത്തവണ? നിയമസഭയല്ല, പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കാണ് മത്സരിക്കുന്നത്. എന്തൊക്കെ പ്രതീക്ഷകളാണ് പ്രാവശ്യം? ഇത്തവണ ഞങ്ങൾ മത്സരിക്കുന്നത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കണ്ണൂരിൽ ഞാൻ മത്സരിക്കുന്നത് കണ്ണൂർ വിജയിക്കാൻ തന്നെയാണ്. പല ആളുകളും പറയുന്ന പോലെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കൂട്ടുന്നതിന് വേണ്ടിയൊന്നുമല്ല, നമ്മൾ ജയിക്കാൻ തന്നെയാണ്. ജയിക്കാൻ അനുകൂലമായ ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ കണ്ണൂരിലുമുണ്ട്. പുതിയ വോട്ടർമാരിൽ 30% വോട്ടർമാർ പുതിയ തലമുറയിൽപ്പെട്ടവരാണ്. ഒരു 30% വോട്ടർമാർ പുതിയ തലമുറയിൽപ്പെടുമ്പോൾ അതിനകത്ത് 70% ചെറുപ്പക്കാരും ബി.ജെ.പിയോടും മോദിജിയോടും അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് മോഡിജിയുടെ ഗ്യാരണ്ടി കേരളത്തിന് എന്നുള്ള മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തുമ്പോൾ മോദിജിയുടെ 3ാം വരവ് ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ആ പ്രതീക്ഷ നൽകുമ്പോൾ ഇടത് വലത് മുന്നണികളുടെ ഒരാൾ അവിടെ ജയിച്ചു പോയി പാർലമെൻറ്റിൽ നിശബ്ദത പാലിക്കുകയോ അല്ലെങ്കിൽ ബഹിഷ്കരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ വ്യത്യസ്തമായി കണ്ണൂർ ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക്, കണ്ണൂർ പാർലമെൻറ്റിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എനിക്ക് വിജയപ്രതീക്ഷ ഏറെയുണ്ട്. കോൺഗ്രസിനകത്തെ നിരവധിയായ വോട്ടുകൾ, പഴയകാല കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ കോൺഗ്രസിനകത്തെ കുറേ വോട്ടുകൾ എനിക്ക് ലഭിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അമർഷം രേഖപ്പെടുത്തി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെയൊക്കെ വോട്ട് സമാഹരിച്ച്, പുതിയ വോട്ടുകൾ സമാഹരിച്ച് കണ്ണൂരിൽ ഒരു അട്ടിമറി വിജയം തന്നെ എൻ.ഡി.എക്കുണ്ടാകുമെന്ന് ഞങ്ങൾ ശതാബ്ദി വിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു വിശ്വാസം നിലനിൽക്കെ തന്നെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂരിലുള്ളത്. അതിൽ 5 ഇടതുപക്ഷത്തിൻ്റെയും 2 കോൺഗ്രസിൻ്റെയുമാണ്. ഇതിൽ എത്രമാത്രം ഈ മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷത അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലല്ലോ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചും ഇന്ത്യയുടെ സമഗ്രമായ വികസനത്തെക്കുറിച്ചും മോഡിജിയുടെ അവരുടെ പ്രതീക്ഷകളെക്കുറിച്ചൊക്കെയാണ്. ഇവിടെ നിന്ന് 2 മുന്നണികളും ജയിച്ചു പോയിട്ടുണ്ട്, പല തവണയായിട്ട് ജയിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു സംഭവം ഞങ്ങൾ ചെയ്തതാണ്, ഇത് കണ്ണൂരിൻ്റെ മുഖമുദ്രയാണ് എന്ന് പറയാൻ പറ്റിയ ഒരു സംഭവം ഇവർക്ക് 2 പേർക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ 5-ൽ 7-ൽ 5 സീറ്റും ഇടതുപക്ഷം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സുധാകരൻ ജയിക്കാൻ പാടില്ലല്ലോ. ഈ വോട്ടിൻ്റെ കണക്ക് പ്രകാരം 1,00,000 വോട്ടിലധികം ഇടതുപക്ഷത്തിന് ഇവിടെ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ സുധാകരൻ 1,00,000 വോട്ടിന് ജയിക്കുക എന്ന് പറഞ്ഞാൽ
രാഷ്ട്രീയമില്ലാത്തവർ കേരളത്തിലും കണ്ണൂരും ഉണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട്. അവർ ഇത്തവണ ഈ രണ്ട് മുന്നണിയെയും കൈയൊഴിയും. കാരണം അവർ രണ്ടുപേരും പാർലമെൻറ്റിൽ പോയിട്ട് കാര്യമില്ല. ഈ കർണാടകത്തിൽ പ്രവേശിച്ചാൽ ഇവർ രണ്ടുപേരും ഒന്നാണ്, തമിഴ്നാട്ടിൽ പോയാൽ ഇവർ രണ്ടുപേരും ഒന്നാണ്. പിന്നെ കേരളത്തിൽ മാത്രം ഭിന്നിപ്പിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും ഒന്നിച്ച് മത്സരിച്ചാൽ മതി, ഒരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ മതി, വെറുതെ അനാവശ്യ ചെലവുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കേണ്ട. അതൊക്കെ ചെയ്യാതെ കേരളത്തിനപ്പുറം പറഞ്ഞാൽ ഇവർ ബായി ആയി നിൽക്കുകയും കേരളത്തിലെത്തുമ്പോൾ ഇവർ തമ്മിൽ ശത്രുത പോലെ നടിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ ഈ തലമുറയിൽ ആളുകൾ തയ്യാറാകും. ജനങ്ങൾ ഈ കാപട്യത്തെ തിരിച്ചറിഞ്ഞിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെ നമ്മളിപ്പം കണ്ണൂർ ജില്ലയിൽ വികസനത്തിൻ്റെ അപര്യാപ്തതയുണ്ട് എന്ന് ഇടതുപക്ഷം പറയുന്നുണ്ട്. എന്നാൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നിലവിൽ MP ചെയ്തുവെന്ന് ഭരണകക്ഷി ഇപ്പം നിലവിലുള്ള കോൺഗ്രസും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ സി രംഗനാഥ് എന്ന് പറയുന്ന വ്യക്തി ഒരു MP ആയിട്ട് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു MP എന്ന നിലയിൽ MP ഫണ്ടിൻ്റെ ഒരു 35% വിനിയോഗിച്ച ഒരു MP ആണ് കണ്ണൂരുള്ളത്. അതിനു മുന്നേ ശ്രീമതി ടീച്ചർ ഇവിടെ MP ആയിരുന്നു, അബ്ദുള്ളക്കുട്ടി MP ആയിരുന്നു. ഇവരൊക്കെ കാലത്ത് ഞാൻ അതാണ് നേരത്തെ ചോദിച്ചത്, ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് കണ്ണൂരിൻ്റെ മുഖമുദ്രയാക്കാൻ ഒരു പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച വലതുപക്ഷത്തിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോയിട്ട് പാർലമെൻറ്റിൽ 19 തവണയാണ് അദ്ദേഹം സംസാരിച്ചത് 5 വർഷത്തിനിടയിൽ. 35% പദ്ധതി വിഹിതം ചെലവഴിച്ചു എന്നാണ് വ്യക്തമായ കണക്ക്. ഇടതുപക്ഷക്കാരെ 27 പറയുന്നില്ല, 35 ഞാൻ കണക്ക് കൊടുക്കുകയാണ്. എനിക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ ആളും ചെയ്തു, വലതുപക്ഷത്തിൻ്റെ ആളുകൾ ജില്ലയിലെ പല ഭാഗത്ത് ഹൈമാസ് ലൈറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്ന ഒരു നാടായത്. ഹൈമാസ് ലൈറ്റ് സംഭാവന ചെയ്യാൻ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് സാധിക്കും. അതൊരു MP കൊടുക്കേണ്ടതല്ല, MP ചെയ്യേണ്ടതല്ല. MPക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. കണ്ണൂരിൻ്റെ വികസനം നിങ്ങൾ അറിയേണ്ടത് 1200 കോടിയുടെ വികസന പദ്ധതിയുടെ കരട് രേഖ MPക്ക് സമർപ്പിച്ച ഒരാളാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുമ്പോൾ. അതിനുവേണ്ടി ഒരു ചെറുവിരൽ അരക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. ഞാൻ പറയാം 1200 കോടി രൂപയുടെ പദ്ധതി രേഖ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അവരുമായി സംസാരിച്ച് കണ്ണൂർ നടപ്പാക്കാൻ തീരുമാനിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ പോലും ചെയ്യാക്കാൻ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ സാധിച്ചിട്ടില്ല. അതിനൊന്നും അവർക്ക് താല്പര്യമില്ല. പാർലമെൻറ്റിൽ പോയാൽ ബഹിഷ്കരണമാണ്. നിങ്ങളൊരു വിഷയം കണ്ണൂരിൻ്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമോ? സംസാരിക്കാൻ കഴിയില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു നമുക്ക് വിമാനത്താവളമുണ്ട്. ആ വിമാനത്താവളം ഇന്ന് 4 or 5 പ്രാദേശിക അല്ലെ ആഭ്യന്തര ഫ്ലൈറ്റുകൾ മാത്രമുള്ളതുമായി അന്തർദേശീയ തലത്തിൽ ഫ്ലൈറ്റുകൾ ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കണം. വിഴിഞ്ഞം പദ്ധതിയെപ്പോലെ അതേപോലെ തന്നെ നമുക്ക് അഴീക്കൽ ഫോർട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കണം. ഒപ്പം തന്നെ ഇവിടെ വികസന മാതൃകകൾ നമുക്കുണ്ടാക്കണം, വ്യവസായ പാർക്കുകൾ ഉണ്ടാക്കണം, സ്പോർട്സ് കോംപ്ലക്സുകൾ ഉണ്ടാകണം, വലിയ സ്റ്റേഡിയങ്ങൾ നമുക്കുണ്ടാകണം, ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാകണം. ഇതൊക്കെ തന്നെ CRS ഫണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനു വേണ്ടിയാണ് ഒരു MP എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ പ്രവർത്തിക്കുക. ഞാൻ നാളെ നമ്മുടെ വികസന രേഖയൊക്കെ തന്നെ നമ്മൾ നിങ്ങൾക്ക് മുന്നിലിറങ്ങും. ആ സമയത്ത് ഞങ്ങൾ എണ്ണി പറയുന്നുണ്ട്. കണ്ണൂരിൽ കോടിക്കണക്കിന് രൂപയുടെ വികസനം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പഴയ റെയിൽവേ സ്റ്റേഷനാണോ? 10 വർഷക്കാലം മുന്നേ കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടോയ്ലറ്റ് റെയിൽ പാളങ്ങളായിരുന്നു ഒരു കാലത്ത്. ഇന്ന് നിങ്ങൾ റെയിൽ പാളത്തിൽ നാണം കൂടാതെ നമുക്ക് നടന്നു പോകാൻ സാധിക്കും. പണ്ട് മൂക്ക് പൊത്താതെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് പോകാൻ സാധിക്കുമോ? അതൊക്കെ തന്നെ പുതിയ രീതിയിലുള്ള മോദിജിയുടെ പ്രവർത്തന ഫലമായി പുതിയ വണ്ടികൾ, പുതിയ പാളങ്ങൾ, പുതിയ സംവിധാനങ്ങൾ, പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ, പുതിയ മാളുകൾ, പുതിയ വികസന കാഴ്ചപ്പാടോടുകൂടി മോഡിജി പോകുമ്പോൾ അദ്ദേഹത്തിന് കൈപോക്കാൻ ഒരാൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകണം. അത് കണ്ണൂരിൽ നിന്നുണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഇത്തവണ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ NDA മത്സരിക്കുന്നത് BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്താനല്ല, വിജയിക്കാൻ തന്നെയാണെന്ന ഉറച്ച ഒരു ശബ്ദമാണ് ഇപ്പോൾ സി രഘുനാഥ് സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല പുതിയ തലമുറ നരേന്ദ്രമോദിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായി ഇത്തവണ BJPക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ സുനിൽ മുണ്ടത്തോനൊപ്പം വിക്ടർ ജോസഫ്, അമൃത ന്യൂസ്.